ഗുഡ് മോർണിംഗ്. അപ്പോൾ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ നമ്പർ 3 ആണ്. ഫ്രീ ഇലക്ട്രോൺ തിയറിയിലുള്ള ആപ്ലിക്കേഷൻ നമ്പർ 3, അതായത് നമ്മൾ ഹോൾ എഫക്റ്റ്. ഹോൾ എഫക്റ്റ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? എക്സ്പെരിമെൻ്റ് ചെയ്യാനുണ്ട്, ലാബിൽ ചെയ്യാനുണ്ട് ഹോൾ എഫക്റ്റ്. അപ്പോൾ ഹോൾ എഫക്റ്റിൽ എന്താ പറയുന്നത് നോക്കാം. അതായത് when electrical current is passed through a conductor along the x direction and a magnetic field is applied along the z direction, then an electric field will develop in the conductor along the y direction. This അതായത് along the direction of j cross b. This is called Hall effect. The electric field thus developed is called Hall field. അപ്പോൾ ഇതാണ് ഹോൾ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് ജെ എന്ന് പറയുന്ന ഒരു കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്നു. അതായത് ഒരു കണ്ടക്ടറിലെ എക്സ് ഡയറക്ഷനിൽ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, സെഡ് ഡയറക്ഷനിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ആ കണ്ടക്ടറിൽ എലോങ് വൈ ഡയറക്ഷൻ. അപ്പോൾ എന്താണ്, നമ്മളെ കറണ്ട് പാസ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിൽ കൂടെയാണ്, പിന്നെ അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുള്ളത് സെഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, വൈ ഡയറക്ഷനിൽ എന്ത് ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ഇലക്ട്രിക് ഫീൽഡ് വിൽ ഡെവലപ്പ് ഇൻ ദി കണ്ടക്ടർ അലോങ് ദി വൈ ഡയറക്ഷൻ. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഹോൾ എഫക്റ്റ് ആൻഡ് ദ ഡെവലപ്ഡ് ഫീൽഡ് ഈസ് കോൾഡ് ഹോൾ ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജെ ആണ് നമ്മളെന്ത് കറണ്ട്, അതേപോലെ ബി ആണ് നമ്മളെ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ജെ ക്രോസ് ബി എന്ന് പറയുന്ന ഡയറക്ഷനിലാണ്. ജെ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നെക്സ്റ്റ് ഡയറക്ഷൻ ആണല്ലോ അല്ലേ. എക്സ് ആണ് ജെ എങ്കിൽ സെഡിലാണ് ബി എങ്കിൽ ജെ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആയിരിക്കും. അപ്പോൾ വൈ ഡയറക്ഷനിലാണ് നമ്മൾ ഈ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കറണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്, അപ്പോൾ അല്ലെങ്കിൽ ഹോൾ ഫീൽഡ് ഉള്ളത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഫിസിക്കൽ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ എക്സ്പ്ലനേഷൻ നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ഫിസിക്കൽ എക്സ്പ്ലനേഷൻ എടുക്കാം. ഫിസിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു റോഡ് ഷേപ്പ്ഡ് കണ്ടക്ടർ എടുക്കും. റോഡ് ഷേപ്പ് കണ്ടക്ടർ ഓഫ് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനുള്ള ഒരു റോഡ് ഷേപ്പ്ഡ് കണ്ടക്ടർ നമ്മൾ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രിക് ഫീൽഡ് EX എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു അക്രോസ് ദി across the end electrodes causes an electric current density Jx to flow down the road. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റോഡിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കറണ്ട് ഇതിൻ്റെ റോഡിൻ്റെ അക്രോസ് ആയിട്ട് നമ്മളൊരു ഇലക്ട്രിക്കൽ ഫീൽഡ് കൊടുക്കുന്നു. അപ്പോൾ ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു EX ഫീൽഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കറണ്ട് ഡെൻസിറ്റി JX ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് എന്തായിരിക്കും, ഫ്ലോ ഡൗൺ ദി റോഡിൻ്റെ എൻഡിലേക്കായിരിക്കും ഉണ്ടാവും അല്ലേ. EXൻ്റെ ഡയറക്ഷൻ കണ്ടു, EX JXൻ്റെ ഡയറക്ഷനും നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ പിന്നെന്താ, അപ്പോൾ ഈ കണ്ടക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബിയിൽ വെക്കുന്നു, അപ്ലൈഡ് അലോങ് ദി Z ഡയറക്ഷൻ. അതായത് പെർപെൻഡിക്കുലർ ഔട്ട്വേർഡിലേക്ക്, അതായത് മുകളിലോട്ടേക്കായിരിക്കും. ടെക്സ്റ്റിൽ നിങ്ങൾ ഞാൻ ഈ നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഇത്
കിറ്റലിൻ്റെ ടെക്സ്റ്റ് വെച്ചിട്ടുള്ള നോട്ടാണ്. അപ്പോൾ കിറ്റലിൻ്റെ ടെക്സ്റ്റിലുള്ള ഫിഗർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ആ ഫിഗർ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിടാം. അതേപോലെ നിങ്ങളത് നോക്കുമെന്ന്, ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, അതായത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു, സെഡ് ഡയറക്ഷനിലാണ്, അതായത് പെർപെൻഡിക്കുലർ ഔട്ട്വേർഡ്, പുറത്തേക്കാണ്. അപ്പോൾ മേലോട്ടേക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ബി ഉള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവും. ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവുക -x ഡയറക്ഷനിലായിരിക്കും. അതായത് -x ഡയറക്ഷൻ ടുവേർഡ്സ് ദ പോസിറ്റീവ് ഇലക്ട്രോൺ. നമ്മളെ ഇലക്ട്രോണിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോണിലേക്കായിരിക്കും ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇതിന് ഉണ്ടാവുക. ഓക്കെ, അത് -x ഡയറക്ഷനിലായിരിക്കും നമ്മളെ ഈ മെറ്റലിലുള്ള ഇലക്ട്രോൺസിന്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈച്ച് ഇലക്ട്രോൺ മൂവ്സ് ഇൻ എ -x ഡയറക്ഷൻ. അപ്പോൾ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും, ഒരു -x ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ഇൻ എക്സ്പീരിയൻസസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കെന്ത് പറയാം, ഇവിടെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് പറയാം അല്ലേ. അപ്പോൾ -E × V × B ആയിരിക്കും ഇവിടെ ആക്ട് ചെയ്യുക അല്ലേ, എക്സ്പീരിയൻസ് ചെയ്യാം. അത് -x ഡയറക്ഷനിൽ. അപ്പോൾ ഈച്ച് ഇലക്ട്രോൺസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ടുവേർഡ്സ് ദി ലോവർ ഫേസ് ഓഫ് ദി റോഡ്. അപ്പോൾ എന്ത് ചെയ്യും, എല്ലാ ഇലക്ട്രോൺസും നമ്മുടെ ഈ ഒരു റോഡിൻ്റെ ലോവർ ഫേസിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും. അതാണ് ഈ ഒരു രീതിയിൽ നമ്മൾ സൈന് കാണിച്ചിട്ടുള്ളത്. കണ്ടോ, താഴത്തോട്ടേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ലോവർ ഫേസിലേക്ക് പോകും. അപ്പോൾ ദ ഇലക്ട്രോൺസ് അക്യുമുലേറ്റ് ഓൺ ദി ലോവർ ഫേസ് ഓഫ് ദി റോഡ് ആൻഡ് പോസിറ്റീവ് അയോൺ എക്സസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ അപ്പർ ഫേസ്. അതായത് അപ്പോൾ എന്ത് ചെയ്യും, നെഗറ്റീവ് ഡ്രിഫ്റ്റ് വെലോസിറ്റി കാരണം ഇത് എന്താ, നെഗറ്റീവ് ചാർജ് ഉള്ളതൊക്കെ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും, ലോവർ ഫേസിൽ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ബാക്കി കിടക്കുന്ന അയോൺസ് എന്ത് ചെയ്യും, പോസിറ്റീവ് അയോൺസ് എന്ത് ചെയ്യും, അപ്പർ ഫേസിലേക്ക് പോകും. അപ്പോൾ ദെൻ എൻ ഇലക്ട്രിക് ഫീൽഡ് EY വിൽ ഡെവലപ്ഡ് അലോങ് ദി Y ഡയറക്ഷൻ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഒരു -y ഡയറക്ഷൻ. അപ്പോൾ എന്താ, അവിടെ മേലെ എന്ത് ചെയ്യും, അയോൺസ് പോയി നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രിക് ഫീൽഡ് EY ഉണ്ടാവും. ആ EYയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അലോങ് ദി Y ഡയറക്ഷനാണ്, ഇൻസൈഡ് ദി റോഡ്. Because of this charge accumulation, the force due to thin electric field -EY on each electron will be in the positive direction and this opposes the magnetic Lorentz force. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഒരു EY ഉണ്ടാവും എന്ന് പറഞ്ഞല്ലേ, ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ഉള്ളത്, -EY ഇലക്ട്രോൺസ് അതന്നെ. അപ്പോൾ ആ ഒരു ഇതുണ്ടാവും, ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ എന്താണ്, ഈ ഒരു ഫീൽഡ് കാരണം എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, പോസിറ്റീവ് X ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക, പോസിറ്റീവ് Y ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു, നമ്മളെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഓൺ ഈച്ച് ഇലക്ട്രോൺ ഇൻ ദി -y ഡയറക്ഷൻ. അപ്പോൾ ഓരോ -y ഡയറക്ഷനിലുള്ള ഇലക്ട്രോൺസിൻ്റെ എന്ത് ചെയ്യുന്നു, എന്താ, ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനെ എന്ത് ചെയ്യുന്നു, ഒപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാർജ് ദി ചാർജ് അക്യുമുലേഷൻ ഇൻക്രീസസ് ഡ്യൂ ടു, അപ്പോൾ ഇവിടെ ഒരു എന്തുണ്ടാവുന്നുണ്ട്, അക്യുമുലേഷൻ ഉണ്ടാവുന്നു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ഈ ഓരോ ഇലക്ട്രോൺസിനും എന്തുണ്ടാവും, Y ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ചാർജ് അക്യുമുലേഷൻ
മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കൊണ്ട് ചാർജ് അക്യുമുലേഷൻ കൂടുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും ഹോൾ ഫീൽഡ് കൂടും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുന്ന സമയത്ത് ഹോൾ ഫീൽഡും എന്ത് ചെയ്യുന്നുണ്ട്, കൂടും. അപ്പോൾ ഇത് അപ്പോൾ എന്താണ് നമ്മൾ ഈ ഫോഴ്സ്, ഈ രണ്ട് ഫോഴ്സസും ബാലൻസ്ഡ് ആണെങ്കിൽ എന്താണ് ഈ ചാർജ് അക്യുമുലേഷൻ എന്താവും, സ്റ്റോപ്പ് ആവും. അപ്പോൾ നൗ ദ ഇലക്ട്രോൺസ് ആർ നോട്ട് ഡിഫ്ലക്റ്റഡ് ഇൻ ദി വൈ ഡയറക്ഷൻ. അപ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യില്ല, വൈ ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യില്ല. ദേ ആർ ഇൻ ദി എക്സ് ഡയറക്ഷൻ വിത്ത് ദ വേവ് ഫോം വിത്ത് ദ യൂണിഫോം ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ എന്താണ്, -x ഡയറക്ഷനിൽ യൂണിഫോം ഡ്രിഫ്റ്റ് വെലോസിറ്റി അതിനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിത് പിന്നെ ഇപ്പം ഇതിൽ ഡയറക്ഷൻ പറഞ്ഞിട്ട് ഇപ്പോൾ ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു ആനിമേഷൻ വീഡിയോ കാണിച്ചു തരാം. അത് വെച്ചിട്ട് പറയുമ്പോൾ ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റോഡ് സ്പെസിമെൻ എടുക്കുന്നു, ഇതിലെന്ത് ചെയ്യുന്നു, ഒരു ഡയറക്ഷനിൽ, അതായത് നമ്മൾ Z ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എക്സ് ഡയറക്ഷനിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ എക്സ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസ് ഇങ്ങനെ പോകുന്നുണ്ട്, കാരണം ഫീൽഡ് കൊടുത്തത് കാരണം. അപ്പോൾ നമ്മൾ അതിന് എക്രോസ് ഒരു മാഗ്നറ്റിക് ഫീൽഡും കൂടെ കൊടുക്കുന്നത് കൊണ്ട് ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇവിടെ എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നത്, നമ്മളെ ഈ പാത്തിൽ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസിന് ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് താഴത്തേക്ക് വരുന്നു. ആ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, അതിന് അക്രോസ് ഒരു ഫീൽഡായിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് എന്ത് ശരിക്കും ഹോൾ എഫക്റ്റിൻ്റെ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതൊരു ആനിമേഷൻ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ്, രണ്ട് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്, അതിനിടയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. നമ്മളെ ഫിഗർ എന്ന് പറയുന്നത് ഈ Z ഡയറക്ഷനിലാണ് ഉള്ളതെന്നുള്ളൂ, പക്ഷേ ഇവിടെ കാണിച്ചിട്ടുള്ളത്, അതായത് ഇതിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡയറക്ഷൻ നോക്കാം. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, Z ഡയറക്ഷനിലുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്പെസിമെൻ വെച്ചു, മെറ്റൽ വെച്ചു. നെക്സ്റ്റ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു, ബാറ്ററി കൊടുക്കുന്നു, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ വൈ ഡയറക്ഷനാണ് എന്ത് ചെയ്യും ഇവിടെ കാണിച്ചിട്ടുള്ളത്. അവിടെ നമ്മളിപ്പോൾ തൽക്കാലം ഒരു വോൾട്ട് മീറ്ററാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവണമല്ലോ അല്ലേ. എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമ്മൾ കാണുന്നത് എന്താണ്, അതാ ഇവിടെ ഈ ബാറ്ററി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും, കണ്ടോ, കറണ്ട് ഫ്ലോ ഉണ്ടാകും. അവിടെ ഒരു എന്ന് പറയുന്ന JXൻ്റെ ഡയറക്ഷനാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അതായത് ഇലക്ട്രോൺസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇലക്ട്രോൺസ് വരുന്ന സമയത്ത് ചാർജ് ക്യാരി ചെയ്തിട്ടല്ലേ ഉള്ളത്. ചാർജ് ക്യാരി ചെയ്യുന്ന ഒരു സംഭവം മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവും ഇലക്ട്രോൺസിന്. കണ്ടോ, താഴത്തേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന കാണുന്നുണ്ട്. അതെന്ത് കാരണമാണ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കാരണമാണ്. ഓക്കെ, അപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ ഡ്രിഫ്റ്റ് ചെയ്യുന്നതിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്കിവിടെ വോൾട്ട് മീറ്ററിൽ കൂടെ വന്ന് വോൾട്ടേജ് കാണിക്കുന്നത്. ഓക്കെ, അവിടെ ഒരു അതാണ് എന്ത് ഹോൾ വോൾട്ടേജ് അല്ലെങ്കിൽ ഹോൾ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോൾ ഫീൽഡാണ് എന്ത് ഇവിടെ ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഹോൾ എഫക്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ എന്താ, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹോൾ വോൾട്ടേജ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേഷൻ ഫോർ ദി സ്റ്റഡി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ -EEY ആണ്. EY is equal to -EVX into B ആണ്, which is equal to -E into -EEX tau divided by M into B ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു ഈ ഒരു 3 എന്താണ് കണ്ടക്ഷൻ്റെ കാര്യമാണ്. കണ്ടക്ഷൻ ഫോർ ദ സ്റ്റഡി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് EY is equal to -EB tau by M into EX എന്ന് എഴുതാം. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇതാണ് ഒരു
ഇ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഇ ബി ടോ ഡിവൈഡ് ബൈ എം ഇൻറ്റു ഇ എക്സ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് നോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. റിലാക്സേഷൻ ടൈം ടോ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ ക്യാൻ ബി ഡിറൈവ്ഡ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇക്വേഷൻ ഓഫ് മോഷൻ എഫ് ഫിസിക്കൽ, അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകുന്ന അവിടെ എഫ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് ഇ ഇൻറ്റു ഇ ക്രോസ് വി ക്രോസ് ബി ആണ്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ആ ഫസ്റ്റ് എഴുതിയിട്ടുള്ള ആ ഒരു ഇക്വേഷനിലേക്ക് വരുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. അതായത് സൈക്ലോട്രോൺ ഫ്രീക്വൻസീൻ്റെ ടേമിൽ വരെ എത്തിച്ചിട്ട് ലാസ്റ്റ് വെക്കുന്നതാണിത്. എന്നിട്ട് മൈനസ് ഇ ബി ടോ ബൈ എം ഇൻറ്റു ഇ എക്സ്. അതായത് ഒരു നമ്മൾ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാകുന്ന സമയത്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഒക്കെ എങ്ങനെയാണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ടേമിലും അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ഒരു സൈക്ലോട്രോൺ ഫ്രീക്വൻസിയുടെ ടേമിൽ വരെ എത്തുന്ന ഈ ഒരു സംഭവം ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി ജസ്റ്റ്. അപ്പോൾ ഹോൾ എഫക്റ്റ് എന്ത് ചെയ്യുക, ഹോൾ എഫക്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അതായത് ഇ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഇ ബി ടോ ഡിവൈഡ് ബൈ എം ഇൻറ്റു ഇ എക്സ്. ഈ ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നത് നമ്മളെന്താണ് ലോറൻസ് ഫോഴ്സിൻ്റെ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അത് അവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഹോൾ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇത് ഈ ഒരു ഹോൾ ഫീൽഡിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഹോൾ കോഎഫിഷ്യൻ്റ് ആണ്. അതെന്താണ് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ആർ എച്ച് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാം. ഈ ആർ എച്ച് ഹോൾ കോഎഫിഷ്യൻ്റ് ആർ എച്ച് എന്ന് പറയുന്നത് ഇ വൈ ബൈ ജെ എക്സ് ബി ആണ്. ഇ വൈ ബൈ ജെ എക്സ് ബി ആണ്. അപ്പോൾ ഇവിടെ ജെ എക്സ് എന്ന് പറയുന്നത് സിഗ്മ ഇ എക്സ് ആണ്. സിഗ്മ എന്ന് പറയുന്നത് എന്താ, കണ്ടക്ടിവിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇ വൈയുടെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, ഇൻ ടേംസ് ഓഫ് ഇ എക്സ് അല്ലേ. അപ്പോൾ ഇ വൈയുടെ ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതേപോലെ ജെക്ക് സിഗ്മ ഇ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ ഹോൾ കോഎഫിഷ്യൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മൈനസ് ഇ ബി ടോ ഡിവൈഡ് ബൈ എം ഇൻറ്റു ഇ എക്സ് ഡിവൈഡ് ബൈ സിഗ്മ ഇ എക്സ് ബി. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് മൈനസ് ഇ ടോ ബൈ എം ഡിവൈഡഡ് ബൈ സിഗ്മ ഇസ് ഈക്വൽ. അപ്പോൾ സിഗ്മക്ക് എൻ ഇ സ്ക്വയർ ടോ ബൈ എം ഉണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഈ മൈനസ് ഇ ടോ ബൈ എം ഡിവൈഡ് ബൈ എൻ ഇൻറ്റു ഇ സ്ക്വയർ ടോ ബൈ എം. അപ്പോൾ ആർ എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1/NE എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത് നമ്മളെ ഹോൾ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആർ എച്ചിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ, വോൾട്ട് പെർ മില്ലി ആംപിയർ പെർ ടെസ്ല. ഇതാണെന്ത് യൂണിറ്റ് വരുന്നത്. അപ്പോൾ അതായത് ഹോൾ കോഎഫിഷ്യൻറ്റിൻ്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ജെ എക്സ് അതേപോലെ ജെ എക്സ് ആൻഡ് ബി ആർ അപ്ലൈഡ് കറണ്ട് ഡെൻസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് by measuring the Hall field EY and using 2 we can calculate RH. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജെ എക്സ് എന്താണ്, ബി എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സംഭവങ്ങളാണ്, അപ്ലൈ ചെയ്യുന്ന കറണ്ട് ഡെൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാൾ ഫീൽഡ് മെഷർ ചെയ്യുക, EY ഹോൾ ഫീൽഡ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആർ എച്ചിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ആർ എച്ചിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ആർ എച്ച് നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത്, ആർ എച്ച് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫ്രം ദ വാല്യൂ ഓഫ് ആർ എച്ച് വി ക്യാൻ കാൽക്കുലേറ്റ് ദ കാരിയർ കോൺസെൻട്രേഷൻ ഇൻ ദി കണ്ടക്ടർ. അപ്പോൾ കണ്ടക്ടറിലുള്ള കാരിയർ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യും, ആർ എച്ചിൻ്റെ വാല്യൂ വെച്ച് ചെയ്യാം. നമ്മൾ ഇക്വേഷൻ നമ്പർ 1 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാരിയർ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അല്ലേ. അപ്പോൾ അതേപോലെ ആർ എച്ചിൻ്റെ സൈൻ ഓഫ് ആർ എച്ച് ഗിവ് ദി നാച്ചർ ഓഫ് ദി ഫ്രീ ചാർജ് കാരിയർ. നമ്മളെ ഇതിലുള്ള ഈ ഒരു മെറ്റലിലുള്ള ചാർജ് കാരിയറിൻ്റെ നാച്ചർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുക, ആർ എച്ചിൻ്റെ സൈന് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ആർ എച്ച് എന്താണ്, 0 കുറവാണെങ്കിൽ എന്താണ്, നമ്മളെ കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ
അതേപോലെ ആർ എച്ചിൻ്റെ വാല്യൂ 0-നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മളെ കാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഹോൾസ് ആണ്. അപ്പോൾ ദിസ് ഈസ് നോട്ട് ക്ലിയർ ഫ്രം ദി ഫ്രീ ഇലക്ട്രോൺ തിയറി. ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ. ഇത് നമുക്ക് ഫ്രീ ഇലക്ട്രോൺ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഇത് നമുക്ക് എനർജി ബാൻഡ് തിയറി അല്ലെങ്കിൽ നിയർലി ഫ്രീ ഇലക്ട്രോൺ തിയറി വെച്ചിട്ടാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ബാൻഡ് തിയറി അക്കൗണ്ട്സ് ഓൾസോ ദ വെരി ലാർജ് വാല്യൂ ഓഫ് ആർ എച്ച് ഇൻ സം മെറ്റൽ. ചില മെറ്റൽസിലെ ആർ എച്ചിൻ്റെ വാല്യൂ വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിയർലി ഫ്രീ ഇലക്ട്രോൺ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ബി ആർ എച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് വിളിക്കാം, അതിനെ ഹോൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. ഹോൾ റെസിസ്റ്റൻസ് റോ എച്ച്. അപ്പോൾ ഇതിൻ്റെ എന്താണ്, ഇത് ഇൻ 2 ഡയമെൻഷണൽ പ്രോബ്ലം JX എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ പ്രോബ്ലം ആണെങ്കിൽ JX എന്ന് പറയുന്നത് സർഫസ് കറണ്ട് ഡെൻസിറ്റിയാണ്. അതേപോലെ റോ എച്ചിനെ നമുക്ക് എന്ത് ചെയ്താം, റോ എച്ച് ഈസ് ഈക്വൽ ടു EY/JX എന്ന് എഴുതാം. അപ്പോൾ വോൾട്ട് പെർ ആംപിയർ ആയിരിക്കും ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റോ എച്ചിൻ്റെ യൂണിറ്റ്. അപ്പം നമ്മൾ ഇക്വേഷൻ ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അതാണിത് കേട്ടോ. അപ്പോൾ എന്താണ്, നമ്മൾ റിലാക്സേഷൻ ടൈം ടോ എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി ഓഫ് ഇലക്ട്രോണിനെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്താ, ഇതിലുള്ള എല്ലാത്തിനും റിലാക്സേഷൻ ടൈം ടോ സെയിം ആണെന്ന് പറയാം. അപ്പോൾ എന്താണ് ഇത്, നമ്മൾ ടോ എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് വെലോസിറ്റി ആണ്. എന്താണ് പിന്നെ നമ്മൾ അതായത് നമ്മൾ കറണ്ട് ഐ എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് വെലോസിറ്റി ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, ഒന്നുമില്ല. എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് കോൺട്രിബ്യൂട്ട് ടു ദ കണ്ടക്ടിവിറ്റി. ഹൗവർ ദ ഇക്വേഷൻ ഈസ് again simplified at the high magnetic field limit WC tau very greater than 1. അതായി ഒരു സൈക്ലോട്രോൺ ഫ്രീക്വൻസി വെച്ചിട്ടുള്ള പറഞ്ഞതാണ്. ഓക്കെ, എന്താണ് ഇനി നമ്മൾ ആ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതും 1 ഡിറൈവ് ചെയ്യുന്നതുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ നോക്കിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഹോൾ ഇഫക്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഹോൾ ഇഫക്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഒന്നുമില്ല, ഹോൾ ഇഫക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇതൊരു ഫിനോമിനൻ ആണ്. കാരണം എന്താണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി കാരണമാണ് ഉണ്ടാകുന്നത്. കാരണം നമ്മൾ ഒരു മെറ്റലിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇലക്ട്രിക്കൽ ചാർജ് ഡെൻസിറ്റിയും അതായത് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നുണ്ട്. അതിന് ഓപ്പോസിറ്റ് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് രണ്ടും അല്ലാത്ത, അതായത് ഈ ജെയും ജെ ക്രോസ് ബീൻ്റെ ഡയറക്ഷനിൽ, അതായത് നമ്മൾ സെഡിലും എക്സിലുമാണ് കൊടുത്തതെങ്കിൽ വൈ ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു EMF ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഹോൾ എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എഫക്റ്റിനെയാണ് ഹോൾ എഫക്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഫീൽഡിനാണ് ഹോൾ ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ലാബിൽ പ്രാക്ടിക്കലും കൂടെ ചെയ്യാനുണ്ട്. RH കണ്ടുപിടിക്കാനുണ്ട്, കരിയർ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുണ്ട്. അപ്പം 3 കാര്യങ്ങൾ ഒന്ന് നമ്മൾ കൊടുക്കുക, ഒന്ന് മെഷർ ചെയ്യുക, എന്നിട്ട് കണ്ടുപിടിക്കാനാണുള്ളത്. അത് നമുക്ക് ലാബിൽ ചെയ്യാം. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫസ്റ്റത്തെ ഡെറിവേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി, കിട്ടുന്നത് പഠിച്ചാലും മതി. ഇനിയിപ്പോൾ ഹോൾ എഫക്റ്റ് മാത്രമായിട്ട് എസ്സേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഇക്വേഷൻ കൂടെ ഒന്ന് ഡെറൈവ് ചെയ്യുന്നതും കൂടെ നോക്കിയാൽ മതി. അങ്ങനെ ഹോൾ എഫക്റ്റ് മാത്രമായിട്ട് ചോദിക്കില്ല എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.